ഇറ്റലിയിൽ നിന്ന് ഇറ്റാലിയൻ വൈദികനെ മലബാറിലേക്ക് ഞാൻ പറഞ്ഞു നമ്മുടെ ദേശത്തേക്ക്. ഓക്കെ, കണ്ണൂരോ തലശ്ശേരി അല്ല, നമ്മുടെ ദേശത്തേക്ക് വിടുന്നു, മലബാറിലേക്ക്. അപ്പൊ അദ്ദേഹത്തിന് ഒരു പേരുണ്ട്, അതാണ് പ്രശ്നം. അദ്ദേഹത്തിന്റെ പേര് സെബസ്ത്യാനി എന്നാണ്. ജോസഫ് മരിയ സെബസ്ത്യാനി. ജോസഫ്, നിങ്ങൾ സെബസ്ത്യാനി എന്ന് എഴുതിയാലും ഓക്കെയാണ്. ഫുൾ നെയിം ജോസഫ് മരിയ സെബസ്ത്യാനി. ശരി, നമുക്ക് ഇതെല്ലാം ഈ പുസ്തകത്തിലുണ്ട് കേട്ടോ. നിങ്ങൾ പറ്റുമെങ്കിൽ അടുത്ത ക്ലാസ് വരുന്നതുകൊണ്ട് ഈ പുസ്തകം ആദ്യം ഒന്ന് വായിക്കുക. എനിക്ക് 1 മണിക്കൂർ സമയം മതിയാവും. നിങ്ങൾ ഈ പുസ്തകം വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനി ക്ലാസ് തീർക്കാൻ 1 മണിക്കൂർ. ഇനി വായിക്കാൻ നിങ്ങൾ അല്ലെങ്കിൽ 4 മണിക്കൂറെന്ന് പറഞ്ഞാലും ഞാൻ സ്ട്രഗിൾ ചെയ്യും. ഒരു സംഭവത്തെ നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എനിക്ക് തരാനായിട്ട് നിങ്ങൾ അത്യാവശ്യം അറിവ് ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട്. അങ്ങനെ പോകാൻ പറ്റുന്നില്ല, അതൊക്കെയാണ്. അവർ പറ്റുമെങ്കിൽ ഈ പുസ്തകം ഒന്ന് വായിക്കുക. ഓക്കെ, അപ്പൊ ജോസഫ് മരിയ സെബസ്ത്യാനി എന്ന ഇറ്റാലിയൻ കർമ്മലീത്ത വൈദികൻ 1657 അദ്ദേഹം എത്തുന്നത്. ഓക്കെ, അപ്പം ജോസഫ് മരിയ സെബസ്ത്യാനി എന്നയാൾ, അദ്ദേഹം മലബാറിന്റെ മുഴുവൻ വികാരി അപ്പസ്തോലിക്ക എന്ന നിലയിൽ, എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പയുടെ പ്രതിനിധി എന്ന നിലയിൽ. ഇപ്പോഴും മാർപ്പാപ്പ പ്രതിനിധികൾ അയച്ചായിരുന്നല്ലോ. സിറിൽ വാസുൽ പിതാവ് നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചാണ്, അല്ലെ, വായിക്കുന്നുണ്ട് അല്ലേ, വന്നു കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ 1657 ആദ്യമായി അങ്ങനെ നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ ഒരു മാർപ്പാപ്പ സഭയുടെ ചരിത്രത്തിൽ വിഷയമുണ്ടായപ്പോൾ ഒരാളെ വിട്ടത് നോക്കിയിരിക്കുക. അല്ലാതെ 2025 ഒന്നുമല്ല, ആദ്യമായിട്ട് വരുന്ന 1657. എന്തിനാ അദ്ദേഹം വന്നേ? എന്താ പ്രശ്നം? 12 വൈദികര് ബിഷപ്പിനെ വാഴിക്കാൻ കാരണം എന്താ? അതാണ് ഇങ്ങനെയാണ്. ഇത് പഠിക്കും, ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ഇങ്ങനെ ചോദിച്ചാൽ പഠിക്കും, എങ്കിലും അത് കിട്ടുന്നില്ല. അങ്ങനെ ലെറ്റർ ആരാ എഴുതിയത്? ആഞ്ഞിലിക്കൂട്ടിൽ ഇങ്ങനെ അത് എഴുതാനുള്ള സാഹചര്യം എന്താണ്? അകത്തള്ളയെ അങ്ങനെ മുക്കി കൊന്നായിരുന്നോ? ഈ അകത്തള്ളയുടെ കാര്യം പിന്നെ പറയാനുണ്ട്, ഞാൻ സംഭവിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ അതിന്നാ പറയുന്നത് അദ്ദേഹത്തിന്റെ കബറിടം കണ്ടെത്തിയിട്ട് നോർമൽ നിർത്താനായിട്ടാണ് ചരിത്രം പഠിക്കുന്നത്. ഞാൻ പിന്നീട് പറയാതെ ഈ ക്ലാസ്സിന് അവസരം. അപ്പം മാർപ്പാപ്പ ആരെ അയച്ചു? ജോസഫ് മരിയ. ഇദ്ദേഹം ഇവിടെ വന്നു കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി 1 വർഷം. ഇറ്റലിയിൽ നിന്ന് ഒരാൾ വന്നേ 1 വർഷം. 57-58 അദ്ദേഹം തിരിച്ചു കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് എല്ലാവരെയും കാണണ്ടേ, കൃഷ്ണന്മാരെ കാണണം, ആദ്യം എടുത്തവരെ കാണണം. അത് അത്ര എളുപ്പമാണ്. ഇന്നത്തെ പോലെ കാറിൽ അടിച്ച് പോകല്ല, വള്ളത്തിലൊക്കെ അവരുടെ ഒത്തിരി യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ട്. 1 വർഷമാണ് അദ്ദേഹം ചെലവഴിച്ചത്. അപ്പോൾ റോം എപ്പോഴും സഭയ്ക്ക് ഒത്തിരി നന്മകളാണ് ചെയ്തിട്ടുള്ളത്. റോം അങ്ങനെ ചിന്തിച്ചാണ്. ഇപ്പം തൊട്ട് റോമിൻ്റെ ഇൻ്റർവെൻഷനാണ്. റോമാണ് അല്ലേ? അപ്പം എന്ന രീതിയിൽ മാർപ്പാപ്പ വന്നില്ല. മാർപ്പാപ്പ വന്നാൽ അദ്ദേഹം പ്രതിനിധി വന്നില്ല, ഇറ്റലിയിൽ നിന്ന്. 1658 സെബസ്ത്യാനി റോമിലേക്ക് പോയി. ഞാൻ എഴുതണം കേട്ടോ, ഈ കഥ ഞാൻ തുടർന്ന് പെട്ടെന്ന് പറഞ്ഞു പോവാം. അദ്ദേഹം ഇവിടെ ചെയ്ത 2 പുസ്തകമൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞു, ഇദ്ദേഹം 2 പുസ്തകം എഴുതി ഈ സെബസ്ത്യാനി. ഒരെണ്ണം പെരുന്നൊടുക്കാനെ 2 ഇറ്റാലിയൻ ഭാഷയിലാണ്, പഴയ ലിപിയാണ്. വായിച്ചെടുക്കാൻ നോക്കിയിട്ട് കുറേ വായിച്ചെടുത്തിട്ടുണ്ട്. അത് പിന്നെ ഒരാൾ കുത്തിയിട്ട് വായിച്ച് ഇംഗ്ലീഷിലാക്കി 2 പുസ്തകം. അപ്പം 1657 ഒരാൾ കേരളത്തിൽ വന്നൊരു പുസ്തകം എഴുതുമ്പം കേരളത്തിലെ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. വളരെ വിലപ്പെട്ട പുസ്തകമാണ്, ഇറ്റലിയിലാകുന്ന വിഷയം. ഓക്കെ, അപ്പൊ ഇദ്ദേഹം 1658 തിരിച്ചുപോയി. 1659 മാർപ്പാപ്പ ജോസഫ് മരിയ സെബസ്ത്യാനി ബിഷപ്പായിട്ട് വായിച്ചു. ആദ്യം വന്ന ആരാന്ന് ഞാൻ പറഞ്ഞ കർമ്മലീത്ത വൈദികൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചായിരുന്നു, ബിഷപ്പല്ല. രണ്ടാമത് 1659 അദ്ദേഹം തിരിച്ചു റോമിൽ ചെന്നപ്പോൾ അലക്സാണ്ടർ ഏഴാമൻ മാർപ്പാപ്പ ജോസഫ് മരിയ സെബസ്ത്യാനിയെ മെത്രാനായി വാഴിക്കും. എഴുതാം. അല്ല, കഥയുടെ ചുരുക്കം അറിയണമെങ്കിൽ എഴുതി പോകണം. സമയം എടുക്കാൻ സാധിക്കും. എങ്ങനെയാണ് തുടർന്നെന്ന് മാത്രമേ. 1661 വീണ്ടും അദ്ദേഹം മലബാറിൽ തിരിച്ചെത്തി. ഇവിടെ വന്നു. 1661 ബിഷപ്പായിട്ട് തന്നെ. ബിഷപ്പ് 59 ആയല്ലോ, പിന്നെ ഇച്ചിരി സമയം എടുത്തു. കപ്പലിൽ വരാനായിട്ട് 1 വർഷമൊക്കെ എടുക്കും. അപ്പം അങ്ങനെ 1 വർഷം യാത്ര ചെയ്ത് അദ്ദേഹം 1661 ഇവിടെ എത്തുക. ഇവിടെ മലബാറിലെത്തി. മലബാറിലെത്തി എന്ന് പറഞ്ഞാൽ മാർത്തോമാ അവസാന സഭ ചരിത്രത്തിലേക്ക് ഇവിടെ വന്നു. കേരളമൊന്നും പറയുന്നില്ല, അതുകൊണ്ടാണ് നമ്മുടെ സ്ഥലത്ത് വന്നു. ഓക്കെ, എന്നിട്ട് ഇദ്ദേഹം ഈ മാർത്തോമാ ഒന്നാമൻ ഒരാളാവില്ലേ,
പക്ഷെ നമ്മുടെ മറ്റേ ബിഷപ്പ് അപ്പോഴത്തെ മരിച്ചുപോയ ശരിക്കുള്ള ബിഷപ്പ് ആ ഡേറ്റ് നോക്കാവോ 1659 ആയിരിക്കും ഫ്രാൻസിസ് ഗാർസിയ. പിന്നെ ഒരാളെ നിയമിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാരണം നമ്മളെടുത്തൊരു പ്രതിജ്ഞയുണ്ട്, ഞങ്ങൾ സമ്മതിക്കുക, ഞങ്ങളും ഞങ്ങളുടെ അങ്ങനെ 42 വർഷം കൊടുങ്ങല്ലൂർ എന്ന തിരുപത ബിഷപ്പില്ലാതെ കിടന്നു. ആരുടെ മരണശേഷം? അത് പാവം ഇങ്ങനെ സഭ എന്ത് ബുദ്ധിമുട്ടിയപ്പോൾ ബിഷപ്പില്ലാതെ ആ സമയമാണല്ലോ പപ്പ നമ്മുടെ സഭയുടെ ഭരണം ഏറ്റെടുത്തത്. ഫ്രാൻസിസ് ഗാർസിയയുടെ മരണശേഷം അദ്ദേഹം 1759 1702 മാത്രമാണ് പിന്നീട് ബിഷപ്പാണ് വരുന്നത്. 42 വർഷം 1701 ബിഷപ്പ് വരുത്തുന്നു. 59 അദ്ദേഹം മരിക്കുന്നു. 42 വർഷം ഈ കൊടുങ്ങല്ലൂർ ബിഷപ്പ് വരത്തില്ല. വീഡിയോ അപ്പൊ പിന്നെ ബിഷപ്പിലെന്ന് പറയാൻ പറ്റില്ല. മാർപ്പാപ്പ എന്നെ ചെയ്തു ആ സമയത്ത് കർമ്മലിത്ത ബിഷപ്സിനെ അയച്ചുകൊണ്ടിരുന്നു. അതിലെ ആദ്യത്തെ ആളാണ് ജോസഫ് മരിയ സെബസ്ത്യാനി. ഇപ്പൊ 2 ബിഷപ്പ് പക്ഷേ ഇവിടെ ഉണ്ട് നമ്മുടെ സഭയിൽ. മാർത്തോമാ സഭ 2 ബിഷപ്പ് ഇല്ല. ഒരാളാരാ? മാർത്തോമ ഒന്നാണ്. പക്ഷെ അദ്ദേഹം സാധുവായ ശരിക്കുള്ള ബിഷപ്പാണോ? എന്തുകൊണ്ടാ? വൈദികർക്ക് അങ്ങനെ ബിഷപ്പിനെ വാഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ നമ്മുടെ സഭയിൽ നേരത്തെ മാറി കളഞ്ഞു, ഒത്തിരി മാറി. അങ്ങനെ പറ്റത്തില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് നടന്നപ്പോഴത്തെ വിഷയം ഉണ്ടായി, വലിയ വിഷയമുണ്ട്. മേജർ പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. അല്ല, കൂലപുസ്തകത്തിലല്ല മേജർ പ്രശ്നം ഉണ്ടാകുന്നത് ഈ സംഭവം മാർപ്പാപ്പ അറിയിക്കുന്നു. മാർപ്പാപ്പ ആളായിരുന്നു. ആള് റിപ്പോർട്ട് അവിടെ ചെന്ന് ആളെ തന്നെ ബിഷപ്പാക്കി വീണ്ടും വിടുന്നു. ഇത്രയല്ലേ പറഞ്ഞു. 1661 രണ്ടാമതും ജോസഫ് മരിയ സെബസ്ത്യാനി എന്നയാൾ ഒരു ബിഷപ്പായിട്ട് ഇവിടെ എത്തും. എന്നിട്ട് നമ്മുടെ സഹോദരനോട് പറയും, അതായത് നിങ്ങൾക്ക് തെറ്റുപറ്റി, നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റിയാൽ, അത് ബോധ്യപ്പെട്ട അത് കറക്റ്റ് ചെയ്യാനുള്ള ആർജവം നമ്മൾ എല്ലാവരും കാണും. പക്ഷെ നമ്മൾ അങ്ങനെ പലപ്പോഴും ചെയ്യാറ്, നമുക്ക് സമ്മതിക്കാൻ മടി വരും. എന്തായാലും കൊള്ളാം. മാർത്തോമ ഒന്നാമനോട് പറഞ്ഞു, അദ്ദേഹത്തെ അനുകൂലിക്കുന്ന സന്തോഷമായി ആനുകൂലിക്കുന്ന കഥനാറുണ്ട്, കുറേ വൈദികരുണ്ട്, കുറേ മനുഷ്യരുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് പോകുന്നത്. കാരണം ഈ വന്ന ആൾ ഇറ്റലിയിൽ വന്ന ആളാണ്. ആളോടായിരിക്കും ആളുകൾ കൂടുന്നു. എന്താ ഇറ്റലിയോട് അല്ല കൊടുക്കുന്നത്? കാരണം വെച്ചാൽ ഈ വാഴിക്കപ്പെട്ട ബിഷപ്പിനോട് കൊടുത്തുള്ളൂ. ഇറ്റലി ഇവർ വന്നതേ കൊടുത്തു. അങ്ങനെ വന്ന ഉടനെ കൊടുത്തില്ല. പക്ഷേ ഇദ്ദേഹം വർക്ക് ചെയ്യുക. അദ്ദേഹം മാർപ്പാപ്പ പറഞ്ഞു, നീ എന്തെങ്കിലും അനുസരിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം എല്ലാത്തിനും സമയം പുറത്താണ്. അങ്ങനെ പുള്ളിക്ക് അവൻ കൊടുത്താൽ പുള്ളിക്കാൻ പാടും. അതായത് നിങ്ങളുടെ തലവൻ മാർപ്പാപ്പയാണ്. നിങ്ങൾ ചെയ്തൊരു തെറ്റാണ്. നിങ്ങൾ മാർപ്പാപ്പയോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ മാർപ്പാപ്പയുടെ പരമാധികാരി, ഇതൊരു ദിവസമുണ്ട്. നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾ 12 വൈദികർ ചെയ്യുന്നത് കത്ത് വായിച്ചത് നിങ്ങൾ തലയെ കഴിച്ച് ബിഷപ്പാണ്. അതിന് ബിഷപ്പാക്കാൻ പറ്റത്തില്ല. ഒരു ബിഷപ്പ് ഇതൊക്കെ പഠിപ്പിക്കുവാണ് ഒരു വർഷം പ്രബോധനം. അപ്പോൾ ഒത്തിരി പേര് ഈ പുള്ളിയെ വിട്ടു. അങ്ങനെ കുറേ പേര് വിട്ടു. ചിന്തിച്ച് പക്ഷെ എപ്പോഴും കുറച്ച് വൈകാരികമായ കോളത്തിൽ മനുഷ്യരുണ്ട്. അവർക്ക് അറിവിൻ്റെ ലോകത്തല്ല അവർ വർക്കൗട്ട് ചെയ്യും. അവരൊരു പാഷൻ, അവർ മാത്രം അവന് കൂടെ തന്നെ. അപ്പം അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നീ ശ്രദ്ധിച്ചിരുന്ന ഇത് ചിലപ്പോൾ എല്ലാവരും വിട്ടുപോകും. കഥ പറഞ്ഞു ഇങ്ങനെ നന്നായിട്ട് സഭയിൽ കൊണ്ടുപോകാൻ ഒത്തിരി പേരെ പറഞ്ഞ് മനസ്സിലാക്കി. കത്തോലിക്ക മറ്റേ മാർപ്പാപ്പ അനുസരിക്കാത്ത ആളാണ്. മാർപ്പാപ്പ പറയുന്നു താങ്കൾ ബിഷപ്പല്ല എന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞു. താങ്കളുടെ ശരിക്കും ബിഷപ്പല്ല, താങ്കളുടെ ബിഷപ്പിന്റെ ആ പദവിയെല്ലാം മാറ്റുക. തൊപ്പിയിലവിടെ പുള്ളി വഴിയേക്കാൻ പറ്റില്ല. അപ്പോൾ അത് സ്യൂഡോ ബിഷപ്പ് എന്ന് പറയും, വ്യാജ ബിഷപ്പാണ്. പക്ഷേ സെബസ്ത്യാനി പറഞ്ഞു താങ്കൾ ബിഷപ്പല്ല, താങ്കൾ തൊപ്പി വെക്ക്. താങ്കൾ സാധാരണ അന്വേനായിട്ടോ അച്ഛനായിട്ട് ജീവിച്ചു, കുഴപ്പമില്ല, അച്ഛനാണ് ബിഷപ്പല്ല. ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ ആളുകളെ ബോധ്യപ്പെടുത്തി ഒത്തിരി പേരെ ഇങ്ങനെ സെബസ്ത്യാനി തന്നോടൊപ്പം ആക്കുമ്പോൾ ഡച്ചുകാർ കൊച്ചിയും സമീപ പ്രദേശങ്ങളും കീഴടക്കി. ഡച്ച് നിങ്ങൾക്കറിയാം, ഇന്ത്യ ഒത്തിരി പേരുടെ കയ്യിലായ അല്ലേ? ഇന്ത്യയിൽ അങ്ങനെ ഇന്ത്യ മുഴുവൻ രസമാക്കില്ല, ഓരോരോ സ്ഥലങ്ങൾ നാട്ടിലാദ്യം പിടിച്ചടക്കി. ഡച്ചുകാർ ഇവരുടെ ഈ സഭയുള്ള സ്ഥലത്തെല്ലാം അഥവാ സെബസ്ത്യാനി വർക്ക് ചെയ്യുന്ന സ്ഥലത്തെല്ലാം പിടിച്ചടക്കി. ഡച്ചുകാർ പറഞ്ഞു ഞങ്ങളല്ലാത്ത എല്ലാ വിദേശീയരും ഇന്ത്യ വിട്ടുപോകണം എന്ന് കൽപ്പന പ്രഖ്യാപിച്ചു. ഡച്ചുകാർ 1663 ഡേറ്റ് 1663 2 വർഷം പുള്ളി നന്നായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സഭയെ ശരിയാക്കണം. പെട്ടെന്ന് എളുപ്പമല്ല ഒരു സംഭവത്തെ പരിഹരിക്കാൻ. കാരണം 12 വൈദികർ ചേർന്ന ഒരാളെ ബിഷപ്പാക്കി, ലോക്കൽസ് എല്ലാം അദ്ദേഹം സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഇറ്റലിയിൽ ഒരാളെന്ന് പറയുന്നത് മറ്റേന്ന് പറയുന്നത് അത് അത്ര എളുപ്പമല്ല. അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി നമ്മുടെ സഭയിലെ പ്രശ്നം പരിഹരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇന്നലത്തെ ക്ലാസ് മുഴുവൻ അതായിരുന്നു. അവരെല്ലാം ഈ പുസ്തകം 3 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു. എന്നിട്ട് ഈ അച്ഛന്മാര് പറയാണ്, പിതാവ് പബ്ലിഷ് ചെയ്തു. ഈ പുസ്തകം ഇവരെല്ലാം പഠിപ്പിക്കുക. എറണാകുളത്തും ഇങ്ങനെ വിമതരായിട്ട് നിൽക്കുന്ന എല്ലാവരും പഠിപ്പിക്കാം. അത് പഠിപ്പിക്കാൻ പിതാവ് ആക്ഷൻ എടുക്കണം. എന്നിട്ട് സത്യം മനസ്സിലാക്കിയിട്ട് അവർ പറയുന്നുണ്ടോ അങ്ങനെ ആവർത്തിക്കുക. കേട്ടോ, സത്യം
സത്യം നിങ്ങളെ സ്വതന്ത്രരായ. ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ. അല്ലാതെ വൈകാര്യം അടിച്ചിടുന്നൊരു കാര്യം മനസ്സിലാകുന്നു. ഏത് സംഭവം അങ്ങനെ ശാന്തമായിട്ട് പഠിച്ചത് എന്തായാലും കൊള്ളാം. അപ്പോഴത്തേക്ക് ഈ ജോസഫ് മരിയ സെബസ്ത്യാനിക്ക് മലബാർ വിട്ട് ഇറ്റലിയിലേക്ക് പോകേണ്ടി വന്നു. 2 മിനിറ്റ് കൂടെ എടുക്കും. ഞാൻ ഷാർപ്പ് 8 നിർത്തും കേട്ടോ. ഇരുന്നില്ല, അത് കഥയുടെ ഒരു ഭാഗം വരയ്ക്കുന്നു. ഡിജിറ്റൽ യുഗത്തിലെ സുവിശേഷ പ്രഘോഷണത്തിനും വചന പഠനത്തിനുമായി വചനവയൽ ഒരുക്കുന്ന ആപ്പ് ബിബ്ലിയ. www.biblia.in എന്ന സൈറ്റിലും പ്ലേ സ്റ്റോറിലും ബിബ്ലിയ ആപ്പ് ലഭിക്കുന്നതാണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ഇംഗ്ലീഷിലും മലയാളത്തിലും 1 വർഷം കൊണ്ട് ബൈബിൾ മുഴുവനും വായിക്കുവാൻ സഹായിക്കുന്ന ബൈബിൾ നഴ്സറി, സഭയെ അടുത്തറിയുവാനുള്ള സഭാ കളരി, വിഷയാധിഷ്ഠിതമായി വീഡിയോകൾ ലഭിക്കുവാനും അപ്ലോഡ് ചെയ്യുവാനും സഹായിക്കുന്ന വീഡിയോ ഹബ്, വീഡിയോ ബുക്ക്, 3 ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങളുടെ ശേഖരമുള്ള 250-ൽ പരം ഈ ബുക്കുകളുടെ പുസ്തകശാല, ഒരേ സമയം 100 കണക്കിന് ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ സഹായിക്കുന്ന ക്വിസ് പ്ലാറ്റ്ഫോം ദബാർ. ഈ നവമാധ്യമ അപ്പസ്തോലേറ്റിൽ പങ്കുചേരാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ബിബ്ലിയ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.